വായിച്ച തിരുവചനത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. 121 സങ്കീർത്തനം വളരെ കാണാപ്പാഠം പഠിക്കുന്ന വളരെ പ്രസിദ്ധമായ ധാരാളം പാട്ടുകളുള്ള ഒരു സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനത്തിലൂടെ ഒത്തിരി ചിന്തകൾ ചിന്തിക്കാനും പങ്കുവയ്ക്കാനും കഴിയും. അതിനകത്ത് 10 അനുഗ്രഹങ്ങളാണ് കിടക്കുന്നത്. ഒറ്റ കണ്ടീഷനുള്ളൂ, കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തണം. കണ്ണ് സഹായം വരുന്നിടത്തേക്ക് ഉയർന്നു നിൽക്കുക. ഭൂമിയിലുള്ള കാഴ്ചകൾ കണ്ടു നടക്കുന്ന പന്നിയെ പോലെ ആകാതെ ഉയരത്തിലേക്ക് നോക്കി ദൃഷ്ടി പതിപ്പിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 10 അനുഗ്രഹങ്ങളാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1, എനിക്ക് സഹായം കിട്ടും. കണ്ണുയർത്തുന്നവർക്ക് സഹായം ലഭിക്കും. 2, 3-ാം വാക്യത്തിൽ കാല് വഴുകാൻ സമ്മതിക്കില്ല. 3, നിന്നെ കാക്കും. 4, നിന്നെ പരിപാലിക്കും. പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. 5, നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണലായിട്ട് അവൻ നിൽക്കും. ഉഷ്ണക്കാറ്റടിക്കാതെ ക്ഷീണിച്ചു പോകാതിരിക്കാൻ തണലായി അവൻ നമ്മളോട് കൂടി ഇരിക്കും. 6, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ബാധ തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കും. 6-ാമത്തെ കാര്യം. 7-ാമത്തെ കണ്ട ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കും. ബാധ മാത്രമല്ല, ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കും. അതാണ് 7-ാമത്തെ കാര്യം. 8-ാമത്തെ കാര്യം, പ്രാണനെ പരിപാലിക്കും. ഈ പ്രാണനെ പരിപാലിക്കുന്നുള്ളതിനൊരു വാക്ക് പറയട്ടെ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രാണനെ അവൻ 23-ാം സങ്കീർത്തനം തണുപ്പിക്കുന്നു. ഈ പരിപാലനത്തിന്റെ ഒരു ഭാഗം പറയുക. പ്രാണനെ പരിപാലിക്കുന്ന ഒരു വലിയ കാര്യം ചിന്ത പറയാൻ വേണ്ടി പറയുന്നതാണ്. ഓർത്തോണേ, സങ്കീർത്തനം 23 പറയുന്നത് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. പ്രാണന് ചൂട് പിടിച്ചാൽ നമ്മൾ ഭ്രാന്തന്മാരാകും. മനസ്സിലായോ? അതാണ് ഈ പ്രശ്നം. ഒത്തിരി വിഷയങ്ങൾ വന്നങ്ങ് തലേ വന്ന് നിറയുമ്പോൾ ചൂട് പിടിച്ചിട്ട് നമ്മളങ്ങ് ചൂടാകും. എന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ കൺട്രോളൊക്കെ പോകും. ഒരു പരിധിയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും പല സന്ദർഭങ്ങളിലും. എന്നാൽ ആ സമയത്ത് പ്രാണനെ പരിപാലിക്കുന്നവൻ ഒരു കാര്യം ചെയ്ത് എങ്ങനെ പരിപാലിച്ചെന്നറിയോ? കൂൾ ഡൗൺ ചെയ്തു. ആ സമയത്ത് എന്തോ ഒന്ന് കണ്ടില്ല. ആ സമയത്ത് നമ്മുടെ കുഞ്ഞ് എന്തോ ഒന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തോ ശബ്ദം കേട്ടു. നമ്മുടെ പ്രാണൻ കൂൾ ഡൗൺ ആയി. പ്രാണൻ തണുത്തത് കൊണ്ടാണ് നമ്മൾ സുബോധത്തോടെ ഇരിക്കുന്നത്. സ്തോത്രം പറയാമോ? മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേ ഓരോന്നും ഇതേപോലെ വിവരിക്കേണ്ടതാണ്. തണലും ഒക്കെ അതേപോലെ പറയാനുള്ളതാണ്. പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ ഇതൊന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. കർത്താവേ, പ്രാണനെ പരിപാലിക്കുന്നുള്ളതൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടുകളയരുത്. കർത്താവെ, അങ്ങ് തണുപ്പിച്ചോണം. അത്തരം വിഷയങ്ങളാണ് നമ്മളെ കൊണ്ടുവരുന്നത്. ഈ ആഴ്ച ശ്രദ്ധിച്ചോണം. ഈ വചനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചൂടാക്കുന്ന വിഷയങ്ങൾ വരും. ജോലി സ്ഥലത്താകാം, വീട്ടിലാകാം, എവിടെയൊക്കെയാണെങ്കിലും ചൂട് പിടിപ്പിക്കുന്ന വിഷയങ്ങൾ വരാം. പക്ഷേ ഈ വാക്യം എടുത്ത് പറയണം. ഒരു ദൂത് പറയുന്നതാണ്. പ്രാണനെ തണുപ്പിക്കുന്ന പരിപാലനം ആവശ്യമാണ്. 2, പ്രാണനെ പരിപാലിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ നാശത്തിലേക്ക് വിടാതെ സ്വർഗകരങ്ങളിൽ കൊണ്ടുപോയി എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിൽ ഭാരമേൽപ്പിക്കുന്നു. വലിയ പ്രത്യാശയാണ്. ഇത് ഗ്യാരണ്ടി. ഇത് ഏറ്റെടുത്തോളണം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. 1, ഈ ഭൂമിയിൽ വെച്ച് സുബോധത്തോടെ ഇരിക്കാൻ പറ്റണമെങ്കിൽ പ്രാണനെ അവൻ തണുപ്പിച്ച് പരിപാലിപ്പിക്കണം. 2, നമ്മൾ പ്രാണനെ അവൻ വിളിക്കുന്ന സമയത്ത് കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം. അവൻ സ്വീകരിക്കും. പരിപാലിക്കുന്നവനെ എടുക്കുകയുള്ളൂ. അവന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ വലിച്ചെറിയല്ലേ ഉള്ളൂ. നാശത്തിലേക്ക് തള്ളിയിടും. എന്നാൽ നാശത്തിലേക്ക് തള്ളിയിടാതെ എൻ്റെ പ്രാണനെ തൃക്കയിൽ ഭാരമേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിന് തക്കതായി ആ പരിപാലനം കർത്താവ് തരാമെന്ന് ഗ്യാരണ്ടി. അത് നമ്മളൊന്ന് ഏറ്റെടുക്കണം. ഒറ്റ വഴിയുള്ളൂ, കണ്ണൊന്ന് ഉയർത്തിയാൽ മതി. കണ്ണുയർത്തുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളം ശരിയായ ആത്മീയ ഭാഷ കണ്ണുയർത്തുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കുക. മനസ്സുയർത്തുന്നു. ഞാൻ നിങ്ങളിലേക്ക് മനസ്സുയർത്തുന്നു. എന്താ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിക്കുക എന്നർത്ഥം. നമ്മൾ പറയുന്ന കർത്താവിനോട് തുറന്ന് സംസാരിക്കാൻ പഠിച്ചാൽ മതി. അതാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു പ്രാണനെ പരിപാലിക്കുന്നത് 9-ാമത്തെ കാര്യം. 10-ാമത്തെ കാര്യം, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും കർത്താവ് പരിപാലിക്കും. ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. അത് 9-ാമത്തെ കാര്യം. 10-ാമത്തെ കാര്യം പറയാം, ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ഫ്രം ടുഡേ ടു ദ എൻഡ്, ടിൽ ദ എൻഡ് അവൻ പരിപാലിക്കും. 10 അനുഗ്രഹം കിടക്കുന്നത്. ഇനി ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സഹായത്തെക്കുറിച്ച്. എന്താ ദൈവസഹായം? അതിൻ്റെ 4 ഡയമെൻഷൻസ് ഉണ്ട്. 4 ഡയമെൻഷൻ അത് പഠിക്കാനുണ്ട്. പണ്ട് ഈ വാക്യം വായിച്ചപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ഞാനത് കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ പറയും, കർത്താവേ, അങ്ങനെ സഹായം
വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയാൽ കർത്താവ് സഹായിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ കർത്താവ് സഹായിക്കില്ല. അപ്പുറത്തെ രാമൻ്റെ മകനെ കർത്താവ് ഫുൾ മാർക്ക് കൊടുക്കുമ്പോൾ പഠിക്കാതെ പോയ എന്നെ സഹായിച്ചില്ല. ഞാൻ കർത്താവിനിലേക്ക് നോക്കുകയും പറയാ സഹായം വേണമെന്നൊക്കെ പറഞ്ഞു, കിട്ടിയില്ല. ഇതെനിക്ക് പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ചിലത് ചിന്തിക്കുന്നതെന്ന് അറിയോ, എനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, വീട് മേടിക്കണം, വേണ്ട ഒരു വീട് മേടിക്കണ്ടേ. കർത്താവേ, നാളെ ഉണർന്ന് എഴുന്നേക്കുന്ന സമയത്ത് തലോണയുടെ അകത്തെ പഞ്ഞിയൊക്കെ അങ്ങ് പോകണം, പകരം അതിനകത്ത് നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടക്കിയിരിക്കണം. നമ്മൾ പറയാറില്ലേ, ഇന്ന് തലോണയുടെ അടി കൊണ്ടുവന്ന് വെച്ച് തന്നതാണ് പണം എന്നൊക്കെ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാ. ഒന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക, നേരം എടുത്ത് നോക്കിയപ്പോൾ തലോണയ്ക്ക് എന്തൊരു കട്ടി വെച്ച പോലെ, വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ഡോളർ ഇരിക്കും. എൻ്റെ ദൈവമേ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന, എക്സ്പെക്ട് ചെയ്യുന്ന സഹായം. പക്ഷെ കിട്ടില്ല. ദൈവസഹായത്തിന്റെ ഒന്നാമത്തെ ഘട്ടം പറയാം, ഫസ്റ്റ് ഡയമെൻഷൻ പറയാം. അവൻ സകല സൃഷ്ടിയോടും കരുണ തോന്നും. കരയുന്ന കാക്കകൾക്കും അല്ലേ അതതിന്റെ ആഹാരം കൊടുക്കുന്ന, മൃഗങ്ങൾക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്ന, അതുപോലെ സകല മാനവരാശിയോടുമുള്ള കരുണ നിമിത്തം അവൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അവർ അത്യാവശ്യ ഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളുടെ മട്ടത്തിൽ, വെള്ളപ്പൊക്കം വന്ന സമയത്ത് പെട്ടെന്നൊരു വഞ്ചി ഒഴുകി വന്നു, അതിനകത്ത് കയറി രക്ഷപ്പെട്ടു. അയാൾ പെന്തക്കോസുകാരനൊന്നല്ല, അവന് കിട്ടിയ സഹായം ദൈവത്തിൽ നിന്ന് കിട്ടിയ സഹായമാണ്. ഒരു മരം കിട്ടി അതിന്റെ മുകളിൽ അള്ളി പിടിച്ച് കയറി പല കഷ്ടത്തിന്റെ മുകളിൽ പൗലോസിന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, പൗലോസിന്റെ കൂടെ ബാക്കിയുണ്ടായിരുന്നവരും കപ്പൽ കയറുന്നപ്പോൾ ഒറ്റാളും ചത്തില്ല. അപ്പോൾ പൗലോസിന് മാത്രമല്ല സഹായം കിട്ടിയത്, കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കിട്ടി. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ കർത്താവ് ചെയ്യുന്ന ഒരു സഹായത്തിന്റെ ഘട്ടമാണ്, സ്പെഷ്യൽ ആയിട്ടുള്ളത്. രണ്ടാമത്തത് ദൈവഭക്തന്മാർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ സഹായമാണ്. അതെപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞത്, ദൈവനാമത്തെ ഉയർത്തി നിലനിൽക്കുമ്പോൾ വരുന്ന ഘട്ടങ്ങളിൽ കർത്താവ് സഹായിക്കും. തീച്ചൂട 7 മടങ്ങായി വർദ്ധിപ്പിച്ച സമയത്ത് എബ്രായ ബാലന്മാർ ചെന്ന് വീഴുക, ഒരു സഹായോടെ വന്നു. 4-ാമനെ അവിടെ ഇറക്കി വിട്ടു, സഹായത്തിനായിട്ട് ഒരാളെ ഇറക്കി വിട്ടു. ആ സഹായം ചെന്ന് തീയുടെ ബലം കെടുത്തി, സിംഹത്തിന്റെ വായ അടച്ചു. അത് ദൈവഭക്തന്മാർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ സഹായങ്ങളാണ്. അത് ദൈവഭക്തിയോടെ ജീവിക്കുകയും ദൈവനാമത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സഹായമാണ്. അത് സഹായത്തിന്റെ രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലം പറയാം, അത് ഈ സങ്കീർത്തനത്തിലുണ്ട്. ഈ സങ്കീർത്തനം ആരുടെ സങ്കീർത്തനാന്ന് ചോദിച്ചാൽ ഹെഡിങ്ങിലൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാം? യാക്കോവിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ യാക്കോവ് ഏത്? ഇസാക്കിന്റെ മകൻ ഏശാവ്. യാക്കോവ് യാത്ര പുറപ്പെടുമ്പോൾ പാടി സങ്കീർത്തനമാണ് ഞാൻ പ്രതീക്ഷിക്കുക. സഹായം എവിടെ നിന്നില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. സഹായത്തിന്റെ യാതൊരു റൂട്ടും കാണാനില്ല. എനിക്കവിടെ സഹായം വരുന്നത് പറഞ്ഞാൽ കാണുന്നില്ല. കല്ല് തലയുടെ വെച്ച് മുകളിലേക്ക് നോക്കി, ഞാൻ എൻ്റെ കാണിന് പർവ്വതത്തിലേക്ക് ഉയർത്തുക. നോക്കുമ്പോൾ അവിടെ വലിയ പർവ്വതമൊക്കെ കാണുന്നുണ്ട്, ആകാശം ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്ന് എങ്ങാനും സഹായം വന്നെങ്കിലെന്ന് പറഞ്ഞു. സഹായം വന്നു, ഒരു ഓടിയും വെച്ചിറക്കി, എന്നിട്ട് ദൂതന്മാരെ അയച്ചു കൊടുത്തു സഹായത്തിനായിട്ട്. ആ സഹായം വന്ന കാരണം എന്ത് സംഭവിച്ചു? ഒരു ദോഷവും തട്ടാതെ പരിപാലിച്ചു. കിടന്നുറങ്ങുന്നത് കാട്ടില്ല, ഒരു ദോഷവും തട്ടിയില്ല. പ്രാണനെ പരിപാലിച്ചു. ദുഷ്ടമൃഗങ്ങളെ കടിച്ചു കയറി കൊല്ലേണ്ടതായിരുന്നു, കൊന്നില്ല. കാരണം എന്താ? സഹായത്തിനായിട്ട് ദൂതന്മാരെ ഇറങ്ങി പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുക. ഈ ദർശനം കിട്ടിയ കാരണം പേടിച്ചോ വിഷമിച്ചില്ല, സുന്ദരമായിട്ട് ഉറങ്ങി. വെച്ചേക്കണ തലേണ ആയിട്ട് വെച്ചിരിക്കുന്ന കല്ലാണെങ്കിൽ പോലും അതിന്റെ ഹാർഡ്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല, സോഫ്റ്റ്നെസ് ആയിട്ട് തോന്നി. കാരണം എന്താ? അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഇവൻ ഉറങ്ങുക. ഒരാൾ ഉറങ്ങാതെ കാവലിരിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പേടി പോയി, സുഖമായിട്ട് കിടന്ന് അവിടെ ഉറങ്ങി. അതാണ് അവിടെ കാണുന്നത്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്ന് പറഞ്ഞാൽ പകല് ഭയങ്കര ചൂടാ, രാത്രി ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് മഞ്ഞ് പെയ്യും. അവിടെ കിടക്കുന്നത് മഞ്ഞ് പുറഞ്ഞു വീഴാം, പക്ഷെ ബാധിച്ചില്ല. എന്നെ പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങി പനിച്ച് വിറച്ച് ഒക്കെ പ്രശ്നമൊക്കെ വരേണ്ടതായിരുന്നു. പക്ഷെ യാക്കോബ് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുറച്ചുമില്ല, വിറച്ചുമില്ല, പനിച്ചുമില്ല, സൗഖ്യം കിട്ടി. ബാധിച്ചില്ല, എന്നെ ബാധിച്ചില്ല.
ഒരു ദോഷവും തട്ടാതെ എന്നെ പരിപാലിച്ചു, എൻ്റെ പ്രാണനെ പരിപാലിച്ചു. എന്നിട്ട് കർത്താവ് ഒരു പ്രോമിസ് കൊടുത്തു, നീ ഇപ്പൊ പോയില്ലേ, ആ പോക്ക് ഞാൻ പരിപാലിക്കാം, നിന്നെ തിരിച്ചു മടക്കി കൊണ്ടുവരും, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും. ഇന്നു മുതൽ എന്നാ അന്ന് തലേണയായിട്ട് കല്ല് വെച്ച് കിടന്നുറങ്ങിയ അന്ന് മുതൽ പരിപാലിച്ചു. സങ്കീർത്തനം യാക്കോബ് എഴുതിയതല്ലേ. ഇനി ഇത് നമ്മളെ എഴുതണം. ഇത് യാക്കോബിന്റെ വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല. ഇനി നമ്മളെ എഴുതണം. കർത്താവേ, എൻ്റെ അവസ്ഥ ഇന്നതാണ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചാൽ, കണ്ണു കറുത്തുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചാൽ ഈ 10 ബ്ലെസ്സിങ്ങിന് യാക്കോബിന് മാത്രമല്ല നമുക്കും കിട്ടും. അപ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സഹായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തലവണയുടെ പകരം കല്ല് വെച്ച തലവണയ്ക്ക് പകരം അത് ക്യാഷായിട്ട് മാറിയില്ല. പഠിക്കാതെ പോയ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയുള്ള കൈൻ്റെ മുകളിൽ ഇങ്ങനെ സ്പീഡ് വന്നിങ്ങനെ ദൂതൻ ഇങ്ങനെ പിടിച്ച് എഴുതി തന്നില്ല. എന്താല്ലേ? പക്ഷേ പറയുന്ന സഹായം എന്താന്ന് പറഞ്ഞ സഹായം ഇതാണ്. നമുക്ക് വേണ്ടുന്ന ആ റൂട്ടിൽ അതിന് കാരണം പറയാം. യാക്കോബിന് ഈ പ്രൊട്ടക്ഷനൊക്കെ കിട്ടാൻ കാരണം പറയാം. യാക്കോബിന് ദൈവം തെരഞ്ഞെടുത്തതായിരുന്നു. ഏശാവിനെ തള്ളി യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സഹായം കിട്ടാൻ നമുക്ക് അർഹതയുണ്ട്. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വിളിച്ചു, എന്നെ വേർതിരിച്ചു എങ്കിൽ ഈ 3rd ലെവൽ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. ഈ വക അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടും. 4ാമത്തെ 4th ഡയമെൻഷൻ പറയാം. അതാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ദൈവം തരുന്ന സഹായം എന്തിനുള്ളതെന്ന് പറയുമോ? നിങ്ങളെക്കുറിച്ച് ശുഭവായു വരാൻ വേണ്ടി ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിരൂപണങ്ങൾ, ദൈവത്തിന്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഒന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കായിട്ടുള്ളതാണ്. സകലവും നന്മയ്ക്കായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ശുഭഭാവി വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ ദൈവം സഹായിക്കുള്ളൂ. മനസ്സിലായോ? തിന്മ വരാൻ വേണ്ടി ദൈവം ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് ശുഭഭാവി വരുവാൻ വേണ്ടി, ഗുഡായിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടി ദൈവം ഹെൽപ്പ് ചെയ്യും. 4th ഡയമെൻഷൻ അതാ. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുഭഭാവി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് നിത്യത എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം സഹായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യതയിലെത്തണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ടല്ലോ, ഭൗതിക കാര്യം, ഇതൊന്നുമല്ല എൻ്റെ കാര്യം. അത് ദൈവത്തിൻ്റെ ലെവലിൽ ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നിത്യതയാണ്. നീയും ഞാനും കർത്താവിനോട് കൂടെ നിത്യമായി വാഴാനുണ്ടാവണം. കർത്താവ് നടത്തുന്ന സഭായോഗത്തിൽ, എന്തൊരു കാഴ്ചപ്പാട് പറയുന്ന ആ സഭായോഗത്തിൽ ക്ഷണിക്കപ്പെട്ടവരായി വന്നിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മുഖം കാണണമെന്ന് എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ ആരാധകന സംഘത്തിൽ ഞാനുണ്ടാവണം. എൻ്റെ കൊതിയതാ. ഞാൻ എല്ലാ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കും. അങ്ങനെ മുഖം കണ്ട് ആരാധിപ്പാൻ എന്നെ സഹായിക്കണേ, അങ്ങനെ തൃപ്പാദിച്ച് ചുംബിപ്പാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിലില്ല. അത് 1 വട്ടവും 2 വട്ടവും ഒന്നുമല്ല, എത്ര വട്ടം ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കെന്ന് അറിഞ്ഞൂടാ. എൻ്റെ കൊതിയതാ. അതില്ലെങ്കിൽ പിന്നെ പോയില്ലേ. ഏറ്റവും വലിയ ശുഭഭാവി അതാ. ഇതിനെക്കുറിച്ചാണ് കർത്താവ് ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഹെൽപ്പ് ദൈവം തരും. മനസ്സിലായി? ആ ഹെൽപ്പ് തരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ചിലത് ലഭിക്കില്ല. പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയാൽ നിനക്ക് ദൂതനെ അയച്ച് പരീക്ഷയ്ക്ക് എഴുതി തരാൻ സഹായിച്ചില്ല. കാരണം എന്താ അറിയോ? അങ്ങനെ എങ്ങാനും ദൂതനെ വിട്ട് ദൂതൻ കൈ പിടിച്ച് നിന്നെ പരീക്ഷ എഴുതിച്ചാൽ നീ നെകളി അഹങ്കാരിയായിട്ട് പോകും. മേലാൽ നീ പഠിക്കില്ല. നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകും. നിഗളിച്ചു പോയി നിന്റെ നഷ്ടപ്പെട്ടു പോകും. കയറില്ല. നിന്റെ തലോണാണ് പഞ്ഞി മാറ്റിയിട്ട് അതിനകത്ത് മുഴുവൻ ഡോളർ വെച്ച് തരാതിരുന്നത് നിന്റെ ശുഭഭാവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, നിത്യത പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. ദൈവത്തിന് പറ്റും. ദൈവം ചിലർക്ക് കൊടുത്തിട്ടുണ്ടാകാം. അവരെ നിത്യത നഷ്ടമാകില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ ദൈവത്തിന് അറിയാമെന്നുണ്ടെങ്കിൽ അവർ അഹങ്കരിച്ചു പോകില്ല. ദൈവത്തെ നാമത്തെ ഉയർത്തുന്നവരാണെന്ന് ബോധ്യം വന്നാൽ ദൈവം ചിലപ്പോൾ തലോണ ഡോളറാക്കി മാറ്റിയെന്ന് വന്നേക്കാം. നിനക്ക് എനിക്ക് തരാത്തതിന്റെ കാരണം ഞാനും നീയും നിത്യ നഷ്ടപ്പെടുവാൻ ഏത് നിമിഷവും സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ ചിലത് തരില്ല. നീ ഒന്നും കൂടെ പറഞ്ഞാൽ ചിലത് വൈകിപ്പിക്കും. ഇപ്പൊ ഞാൻ ഒന്ന് പറയാം, ഒരു ഉദാഹരണം പറയാം. പറഞ്ഞുകൊണ്ട് നിർത്താം. ഹന്നയുണ്ട്, പെനീനയുണ്ട്. ഹന്ന സഹോദരി സഭായത്തിനോട് വന്നിട്ടുണ്ട്. ഈ മോളല്ല, പെനീന സഹോദരി സഭായത്തിന് വന്നിട്ടുണ്ട്.
രണ്ടുപേർക്കും സാക്ഷ്യം പറയാൻ അവകാശം കൊടുത്തു. ബെനീനെ സാക്ഷ്യം പറഞ്ഞു. ബെനീനിക്ക് എന്താ സാക്ഷ്യം പറയാനുള്ളത്? നല്ലവനും വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം മുഴുവൻ എന്നെ പരിപാലിച്ചു. കർത്താവ് പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? ആർക്കറിയാം. കർത്താവ് വല്ല നന്മയുണ്ടോ? ആർക്കറിയാം. ബെനീനയ്ക്ക് അനുഭവമൊന്നുമില്ല. പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നോ, കർത്താവ് ബ്ലസ് ചെയ്യുന്നോ ഒന്നുമില്ല. എല്ലാവർക്കും കിട്ടുന്ന പോലെ നീ കിട്ടി, ഞാൻ പോണു, ഞാൻ വന്നു, ഞാനും പോകുന്നു എന്ന് പറയുകയാണ് ബെനീന. അപ്പൊ ഹന്ന പറയുന്ന സാക്ഷി എന്താ? എൻ്റെ ഹൃദയത്തിന്റെ ഞരക്ക് അറിയുന്ന കർത്താവ് ജീവിച്ചിരിക്കേണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ നിന്ദയെ ഉരുട്ടിക്കളഞ്ഞു, എൻ്റെ ആഗ്രഹത്തെ അവൻ സാധിപ്പിച്ചു, എൻ്റെ മനോവിഷമം വീഴ്ത്തി തന്നു. ആ ദൈവത്തെ ആരാധിക്കാനാണ് ഞാൻ വന്നത്. ദൈവമക്കളെ, നമ്മൾ അവൻ്റെ ആ കൃപാസനത്തിന് അടുത്ത് ചെന്ന് ഒന്നും പ്രാർത്ഥിച്ച ഇതൊക്കെ ലഭിക്കും കേട്ടോ. എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയും. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടി ചിലത് തടയും. അപ്പോ ഹന്ന പറയാ, എനിക്ക് കുറച്ച് താമസം വന്നു, എൻ്റെ ജീവിതത്തിൽ കുറച്ച് കിട്ടാതെ കുറച്ച് താമസം വന്നു. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മ പോലെ എനിക്ക് ലഭിക്കാതെ ദൈവം സഹായിച്ചില്ല. അവിടെ വായിക്കുന്നത് ദൈവം അവളുടെ ഗർഭത്തെ അടച്ചു എന്നാ വായിക്കുന്നത്. ചെയ്തതാരാ? ദൈവം ചെയ്ത സഹായം പറയണേ. അവളുടെ ഗർഭത്തെ അടച്ചു. അതൊരു സഹായമാണോ? പക്ഷെ ഹന്ന ഇപ്പൊ പറയുന്നത് അതൊരു സഹായമായി മാറി. കാരണം അങ്ങനെ അടച്ചതുകൊണ്ട് എനിക്ക് ആത്മീക ജീവൻ ലഭിച്ചു, മറ്റാർക്കുമില്ലാത്ത വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചു. എൻ്റെ തലമുറയെ ഒരു പ്രവാചകനൊക്കെ മാറ്റാനായിട്ട് കഴിഞ്ഞു, നേരാനും നിവർത്തിക്കാനും എല്ലാം കഴിഞ്ഞു. ദൈവം ചിലത് സഹായിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ്. അടച്ച് ചിലപ്പോൾ സഹായിക്കും, എല്ലാം തുറന്നു തരണമെന്നല്ല, താമസിപ്പിച്ച് സഹായിക്കും. ഇതെല്ലാം ലക്ഷ്യം എന്താണെന്നറിയാമോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മെക്കുറിച്ചുള്ള ശുഭഭാവി അവൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ആ ശുഭഭാവി മറ്റൊന്നുമല്ല, നിത്യത നമ്മൾ കാണണം. നിത്യത നമ്മൾ കാണണം. ഞാൻ ആവർത്തിച്ച് പാടാറുണ്ട് രണ്ടുപേരെയും, മുഴുവൻ ഞാൻ പാടാറില്ല. ഒന്നുകൂടെ പാടാൻ പോവാ. ലഭിക്കാത്തതിനായില്ല ഖേദം, താതനിടം പോകാൻ തടസ്സങ്ങളാ. ലഭിക്കാത്തതിനായില്ല ഖേദം, താതനിടം പോകാൻ തടസ്സങ്ങളാ. കർത്താവിന്റെ ആ സന്നിധിയിൽ എത്താൻ തടസ്സമുള്ള കാര്യങ്ങൾ ദൈവം ചിലത് തടയും. അത് ദൈവത്തിന്റെ സഹായമാണെന്ന് അറിയുന്നതാണ് നാലാമത്തെ അവന്റെ സഹായത്തിന്റെ ലെവൽ. ഇതിൽ ഏത് വേണം നമുക്ക്? ഏത് സഹായമാണ് നമ്മൾ ചോദിക്കുന്നത്? അതിന്ന് ചോദിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഇപ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന വിഷയം ഏതാണ്? 4 ലെവലിൽ നമുക്ക് സഹായം ലഭിക്കും. ഇതിൽ ഏത് സഹായമാണോ ആവശ്യം, അതിൽ ഏത് സഹായമാണെങ്കിലും ഒരു സഹായം ഇപ്പോൾ ചോദിച്ചാട്ടെ, ഒരു സഹായം ചോദിച്ചാട്ടെ. ദൈവത്തിന് കരുണ തോന്നി എല്ലാം തരുന്നവനാണ്. കർത്താവേ, നിത്യത എനിക്ക് വേണമെന്നാണ്, നിത്യത എനിക്ക് വേണമെന്നാണ്, അതിൻ്റെ അവകാശം എനിക്ക് വേണമെന്നാണ്. പലതും തടഞ്ഞത് അങ്ങയുടെ സഹായമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് നൽകിയത് പലതും അങ്ങയുടെ സഹായമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നതാണ്. കർത്താവേ, ലഭിക്കാത്തതിനായിട്ട് പരാതി പറയാതെ ഖേദം പറയാതെ അങ്ങയുടെ തൃപ്പാദപീഠത്തിൽ ഒന്നുകൂടി സമർപ്പിക്കുന്നതാണ്. കർത്താവേ, ജീവനും ഭക്തിക്കും നിത്യജീവനിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായത് നൽകിത്തരണമേ, നൽകിത്തരണമേ. പ്രാർത്ഥനയുടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.